ഞാൻ ആന്റണി തോമസ് LIC ഏജന്റാണ്. ഞാൻ ഈ വീഡിയോ ഇട്ട് വരാനുള്ള കാരണം, ഒരുപാട് പേരാണ് എന്നോട് പെൻഷൻ സ്കീമിനെ കുറിച്ച് സംസാരിക്കുക. ഒരുപാട് വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസ് പെൻഷനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ച സമയത്ത് അതിൽ പലരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്തൊക്കെ ഒരു ഫാമിലിയിൽ 5 മക്കൾ 6 മക്കളൊക്കെ ഉണ്ടായി. അതിൽ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ നോക്കാം ആരെങ്കിലും ഒക്കെ അതിലുണ്ടാകും. ആ സമയത്ത് ഇന്ന് പറഞ്ഞാൽ ഒരാളോ രണ്ടാളുള്ളൂ. അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സഹായിക്കാനോ നമുക്ക് ആവശ്യമുള്ള വരുമാനം തരാനോ അവർക്ക് സാധിച്ചോളണമെന്നില്ല. ഇനി രണ്ടാമത്തെ ഇത് പറഞ്ഞാൽ അവർ നാട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്കറിയില്ല, ഇപ്പം മിക്കവാറും ആളുകളൊക്കെ പുറത്താണ്. അവരവിടെ സെറ്റിലായി. അവർക്ക് അവിടുത്തെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പൈസ അടയ്ക്കാൻ വരുമാനം ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് അത് ഒരു സാമ്പത്തികമായിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ് മിക്കവാറും ആളുകൾ. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ ചിന്തിക്കുന്നത്. കാരണം വാർദ്ധക്യത്തിൽ നമുക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലവുകൾ എന്ന് പറയുന്നത് 2 തരം ചിലവ് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ജീവിത ചിലവുകൾ വരുന്നു. രണ്ടാമത് ചികിത്സ എന്ന് പറയുന്ന വലിയൊരു വിഷയം വരുന്നുണ്ട്. നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ ഇത് വളരെ കൂടുതലാണ്. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും ഒരു പരിധി വരെയൊക്കെ ആ രോഗങ്ങൾ നമ്മളെ പിടികൂടും. കാരണം നമുക്ക് കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളമൊക്കെ വിഷലിപ്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. ഇപ്പോൾ ക്യാൻസർ ആയിക്കോട്ടെ, വേറെ ഏത് രോഗമായിക്കോട്ടെ, ഒക്കെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. അപ്പോൾ അതിന് വരുമാനം ഉണ്ടായി പറ്റും. അപ്പം അതുകൊണ്ടാണ് ഒരുപാട് പേര് പെൻഷനെ കുറിച്ച്, അഥവാ റിട്ടയർമെൻറ്റിൽ എനിക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടാനുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ LICക്ക് ഇപ്പോൾ 2 തരം പദ്ധതികളാണ് ഈ റിട്ടയർമെൻറ്റ് പ്ലാനായിട്ട് ബന്ധപ്പെട്ട് LICക്കുള്ളത്. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് സിംഗിൾ ഡെപ്പോസിറ്റ്. നമ്മളൊരു തവണ പ്രീമിയം അടയ്ക്കുന്നു. അത് നിങ്ങളുടെ സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് വരുമാനം വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ വേണമെങ്കിൽ പെൻഷൻ കിട്ടും. അതല്ല, നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് മതിച്ചെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് വേണ്ട 5 വർഷം കഴിഞ്ഞിട്ട് മതിച്ചെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പെൻഷൻ ഉണ്ട്. അങ്ങനെ 5 വർഷം വരെ നീട്ടി വെക്കാവുന്ന, 1 മാസം മുതൽ 5 വർഷം വരെ നീട്ടി വെക്കാവുന്ന പെൻഷൻ പദ്ധതി സിംഗിൾ ഡെപ്പോസിറ്റിലുണ്ട്. ഞാനിവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു വോയിസിൽ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രീമിയം കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരാം. ഇനി രണ്ടാമത് വരുന്നത്, നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു നിശ്ചിത വർഷം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് 5 വർഷം പ്രീമിയം അടയ്ക്കുന്നുണ്ട്, 6 വർഷം 7 വർഷം 8 വർഷം അങ്ങനെ 16 വർഷം വരെ പ്രീമിയം അടയ്ക്കാനുള്ള ടേമുള്ള പോളിസികളുണ്ട്. അത് നമുക്ക് ഒരു നിശ്ചിത വർഷം കഴിയുന്ന സമയത്ത് ജീവിതകാലം നമുക്ക് സ്ഥിര വരുമാനം കിട്ടും, ഇൻഷുറൻസ് കവറേജും കിട്ടും. അപ്പോൾ അതിന് വരുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അത് LICയുടെ ജീവന ഉത്സവം എന്ന് പറയുന്ന പോളിസിയെക്കുറിച്ച്. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ചെയ്ത് 5 വർഷം പ്രീമിയം അടയ്ക്കുന്ന ഒരു പോളിസിയെക്കുറിച്ചാണ് അതിൻ്റെ വീഡിയോ ചെയ്തത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് 10 വർഷം പ്രീമിയം അടയ്ക്കുന്ന ഒരു പോളിസിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ പോളിസിയിൽ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വലിയ 3 പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ പോളിസി നിങ്ങളെ സഹായിക്കും. അതിൽ ഒന്നാമത്തെ പ്രതിസന്ധി നമ്മൾ ആദ്യം പറഞ്ഞ പെൻഷൻ തന്നെയാണ്. ജീവിതകാലം നമുക്ക് സ്ഥിര വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത് വരുന്നത്, നമുക്കറിയാലോ, നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു അപകടം സംഭവിക്കാം. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കാം ഒരു അപകടം സംഭവിച്ച് നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് ഡിസബിലിറ്റി സംഭവിച്ചാൽ, ഇങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട് എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിൽ 20,000-ലധികം ആളുകൾക്ക് ഇങ്ങനെ അപകടം പറ്റി യാതൊരു ജോലിയും ചെയ്യാൻ പറ്റാതെ, നട്ടെല്ല് തകർന്ന് അതുപോലെ തലച്ചോറ് ക്ഷതം പറ്റി അങ്ങനെയൊക്കെ കഴിയുന്ന 20,000-ലധികം ആളുകൾ ഇന്ത്യയിൽ ഒരു വർഷം ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് 2 പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ വരുമാനം പൂർണ്ണമായിട്ട് നിലച്ചു, 1 രൂപ പോലും നമുക്ക് വരുമാനമില്ല. രണ്ടാമത് വരുന്ന ചിലവുകളാണ്. ഒന്ന് നമുക്ക് ചികിത്സാ ചിലവ് വരും. രണ്ടാമത് ഫാമിലി ഉണ്ട്, അവർ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, പ്രായമായിട്ടുള്ള മാതാപിതാക്കളുണ്ടാകാം. അവരൊക്കെ ചിലവ് വഹിക്കാൻ നമ്മുടെ വരുമാനം ഇല്ല ഇനി. അതോടെ നമ്മൾ വല്ല കുറികളൊക്കെ വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ വല്ല ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ
അതൊക്കെ ബാധ്യതയായിട്ട് നിലനിൽക്കും. അപ്പം ഇങ്ങനെ ഘട്ടം വരുന്ന സമയത്ത് LIC ഈ പദ്ധതി ചേർന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ചിലപ്പോൾ ഒരു പ്രീമിയം അടച്ചിട്ടുണ്ടാവുള്ളൂ. എന്നിരുന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രീമിയം തന്നെ LIC ഏറ്റെടുക്കും. നമ്മൾ പിന്നെ അടയ്ക്കേണ്ട, അത് LIC അടയ്ക്കും. അപ്പോൾ ഒന്ന് നമുക്ക് പ്രീമിയം നമ്മളതിന് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ, ബാങ്കിൽ ലോണൊക്കെ എടുത്തില്ലെങ്കിൽ ലോൺ നമ്മൾ അടയ്ക്കണം. അത് നമുക്ക് ഒരുപക്ഷെ 2-3 മാസമൊക്കെ നമുക്ക് ഒഴിവാക്കി തരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും പ്രീമിയം മുഴുവനായിട്ട് LIC വഹിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ഇദ്ദേഹത്തിന് ആ പോളിസിയുടെ 10%, ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് ഒരാൾ എടുത്തതെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചിട്ട് അടുത്ത 10 വർഷം ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് LIC ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് അതായത് പ്രധാനപ്പെട്ട ഒരു വരുമാനം ഇദ്ദേഹത്തിന്, മറ്റു വരുമാനം നിന്നാലും LIC പോളിസി വരുമാനം അദ്ദേഹത്തിന് കൊടുക്കും. ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കും. 1 ലക്ഷം വെച്ചിട്ട് അടുത്ത 10 വർഷം ഇദ്ദേഹത്തിന് കൊടുക്കും. ഇനി ഇദ്ദേഹത്തിൻ്റെ ഇപ്പം 40 വയസ്സായ ഒരാളാണ് ചേർന്നതെങ്കിൽ ഇദ്ദേഹത്തിന് 52ാമത്തെ വയസ്സ് തൊട്ട് ഇദ്ദേഹത്തിന് റെഗുലർ ഇൻകം 1 ലക്ഷം വെച്ച് LIC ജീവിതകാലം മുഴുവൻ കൊടുക്കും. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണ് 100 വയസ്സ് വരെ, 102 വയസ്സ് ജീവിച്ചിരിക്കുകയാണ് 102 വയസ്സ്, 105 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 105 വയസ്സ് വരെയും ഈ 1 ലക്ഷം രൂപ വെച്ച് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് ഇതിലെ ഡിസബിലിറ്റി പെൻഷൻ. അപ്പോൾ ഈ ഒരു കവറേജ് ഈ പോളിസിയിലുണ്ട്. ഒന്ന് പറഞ്ഞാൽ പെൻഷൻ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് പോളിസിയുടെ 10% നമുക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ 10 വർഷം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ 52ാമത്തെ വയസ്സ് തൊട്ട് നമ്മൾ ജീവിതകാലം നമുക്ക് 1 ലക്ഷം രൂപ നമുക്ക് ഇൻകം കിട്ടും. പ്ലസ് ജീവിതകാലം മുഴുവൻ നമുക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. എന്ന് മരണപ്പെട്ടാലും ഈ 10 ലക്ഷം പ്ലസ് അതിന് ബോണസും ഉണ്ട്. ആ ബോണസ് ഫാമിലി കൊടുക്കും. അപ്പോൾ ഡിസബിലിറ്റി പെൻഷനാണ് നമ്മൾ സംസാരിച്ചത്. ഇനി അടുത്ത് വരുന്നത് ഡെത്ത് ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മൾ പോളിസി എടുത്ത ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ ചരമക്കോളം നോക്കിയാൽ നമുക്ക് കാണാം എത്ര ആളുകൾ ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരുപാട് വാർത്തകളാണ്. ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ മരിക്കുന്നു, ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കുന്നു, നടന്നു പോകുന്ന ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇരുന്നോർത്തിരുന്ന് മരണപ്പെടുന്നു. ഒരുപാട് പേരാണ് 40 വയസ്സിൽ 50 വയസ്സിലൊക്കെ മരിക്കുന്നത്. അപ്പം അങ്ങനെ മരിക്കുന്ന സമയത്ത് അവരങ്ങനെ മരിച്ചുപോയി. പക്ഷെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്. ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം, പ്രായമുള്ള മാതാപിതാക്കളുണ്ടാകാം. ഇവരൊക്കെ ചിലവുകളുണ്ട്. അതോടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല കുറികളോ ബാങ്ക് ലോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടുകാർക്ക് ബാധ്യതയായിട്ട് വരും. അപ്പം ഇങ്ങനെ സന്ദർഭത്തിൽ LIC ഇദ്ദേഹം എടുത്ത ഇപ്പോൾ ഈ 10 ലക്ഷം പോളിസി എടുത്തെങ്കിൽ 10 ലക്ഷം രൂപയും എത്ര വർഷം കഴിഞ്ഞിട്ടാണോ ഡെത്ത് സംഭവിക്കുന്നത് അത്രയും വർഷത്തെ ബോണസും ആ ഫാമിലിക്ക് കൊടുക്കും. ഇത് അപകടത്തിലാണ് മരണപ്പെടണം വെച്ചെങ്കിൽ 20 ലക്ഷം രൂപ ബോണസും ആ ഫാമിലിക്ക് കൊടുക്കും. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് 100 വയസ്സ് വരെ ഈ 10 ലക്ഷം ബോണസും അതിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇദ്ദേഹത്തിന് 1 ലക്ഷം വെച്ച് ഇൻകം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടാതെ ഈ 10 ലക്ഷം പ്ലസ് അതിൻ്റെ ബോണസോടെ കിടക്കുന്നുണ്ട്. 70 വയസ്സ് വരെ ഇദ്ദേഹത്തിന് ഈ അപകട മരണ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇദ്ദേഹം 10 വർഷം പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും 70 വയസ്സ് വരെ അപകട മരണ ഇൻഷുറൻസ് ഇദ്ദേഹത്തിനുണ്ട്. 70 വയസ്സ് വരെ ഡിസബിലിറ്റി പെൻഷൻ ഇദ്ദേഹത്തിന് അതിൻ്റെ ആ സ്കീം നിലനിൽക്കും. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിന് 40 വയസ്സായ ആൾ 50 വയസ്സിൽ അടവൊക്കെ കഴിഞ്ഞു. ഇദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് അടവ് കഴിഞ്ഞതാണ്, പ്രീമിയം ഒന്നും അടയ്ക്കുന്നില്ല. പക്ഷെ അവിടുന്ന് 10 വർഷം ഇദ്ദേഹത്തിന് ഒരേ സമയം ഡിസബിലിറ്റി പെൻഷൻ 1 ലക്ഷം കിട്ടും, അതേസമയം മറ്റേ സാധാരണ പെൻഷൻ 1 ലക്ഷം കിട്ടും. 2 ലക്ഷം രൂപ വെച്ച് അദ്ദേഹത്തിന് കിട്ടും. അപ്പം അങ്ങനെ 70 വയസ്സ് വരെ നമുക്ക് ഈ ആക്സിഡന്റ് ഡെത്ത് കവറേജ് നിലനിൽക്കും. അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി പെർമനന്റ് ഡിസബിലിറ്റി കവറേജും 70 വയസ്സ് വരെ ഇദ്ദേഹത്തിന് നിലനിൽക്കും. 100 വയസ്സ് വരെ സാധാരണ ഇൻഷുറൻസ് കവറേജ് നിലനിൽക്കും. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഒരേ സമയം ഇദ്ദേഹത്തിന് ഇതൊരു ലോങ് ടൈം, അതായത് ഹോൾ ലൈഫ് പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ഹോൾ ലൈഫ് ഇൻകം പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ഡിസബിലിറ്റി, ആക്സിഡന്റ് ഡെത്ത് കവറേജ് ഇതെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ പോളിസിയിൽ നമുക്ക് ഒന്ന് റെഗുലർ ഇൻകം നമ്മൾ 1 ലക്ഷം വെച്ചിട്ട് ഇദ്ദേഹത്തിന് 52ാമത്തെ വയസ്സ് തൊട്ട് 100 വയസ്സ് വരെ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്ന LIC. ഇനി ഇദ്ദേഹത്തിന് കൊണ്ട് തന്നെ പൈസ ഇദ്ദേഹത്തിന് ആവശ്യമില്ലെങ്കിൽ ഇതിൽ ഫ്ലെക്സി ഇൻകം എന്ന് പറഞ്ഞൊരു വേറൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 52ാമത്തെ വയസ്സിലാണ് നമുക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു പക്ഷേ 52ാമത്തെ വയസ്സിൽ ഇൻകത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ മതിയെങ്കിൽ ഈ നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് LIC ഫ്ലെക്സി ഇൻകത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 5.5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്.
അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പവർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 10 കൊല്ലത്തെ ഒന്ന് കണക്കൂട്ടിയാൽ നിങ്ങൾക്കറിയാം വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് എമർജൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ ജീവിതകാലം മുഴുവൻ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇന്ന് റിസർവ് ബാങ്കിൻ്റെ റിപ്പോ നിരക്ക് 5% ഉള്ളൂ. അപ്പോൾ 2 വർഷം 3 വർഷം കഴിയുന്ന സമയത്ത് 3.5 4 ആയിട്ട് കുറയത്. ബാങ്ക് ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക് കുറയും. ആ സമയത്ത് ഇത് കുറയില്ല, ഇത് ഗ്യാരണ്ടിയാണ്. അങ്ങനൊരു ഇൻകം പ്ലാൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു പ്ലാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങളൊരു വോയിസ് ഇടുന്ന സമയത്ത് പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വയ്ക്കുക. പരമാവധി വിളിക്കാതിരിക്കാൻ. കാരണം ഒരുപാട് പേര് വിളിക്കുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ചിലപ്പോൾ പറ്റിക്കുള്ളൂ. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ നിലവിൽ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. ഈ 3 മേഖലയിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇത് സംബന്ധിച്ചുമായിട്ട് എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വാഹനം ഒരാൾ ഇടിച്ചു, നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നൊരു സമയം. കാര്യം നമ്മളൊക്കെ വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്നത്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു പക്ഷേ നമുക്ക് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ നിങ്ങൾക്ക് ആ രംഗം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കലും അതിൻ്റെ നടപടികളെല്ലാം തന്നെ ആ വീഡിയോയിൽ ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ അപകടം പറ്റി ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ അതിൻ്റെ ക്ലെയിം നടപടി എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ്, നമ്മൾ എവിടെയാണ് കാണേണ്ടത്, എവിടെയൊക്കെ നമ്മൾ ഏത് ഓഫീസിലാണ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ഇതിലുണ്ട്. അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ വാഹനം നിങ്ങൾ വിറ്റു, നമ്മളൊക്കെ വണ്ടി വിൽക്കാറുണ്ടല്ലോ, ആ വിറ്റാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? അതിൻ്റെ RC മറ്റൊരു മാറ്റിയില്ല കണക്കാക്കുക. ഇയാൾ ഇൻഷുറൻസ് അടച്ചില്ല, ഈ വാഹനത്തിന് അപകടം സംഭവിച്ച് നിങ്ങൾ അന്വേഷിച്ച് വരിക, ക്ലെയിം നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പം അതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളാണെങ്കിൽ പോളിസി നമുക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഒരുപാട് ആളുകൾ ഏജന്റുമാരുണ്ട്, ചേർക്കാൻ ഒരുപാട് ഓൺലൈൻ പോളിസികളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് അപ്പോഴാണല്ലോ ശരിക്കും അതിൻ്റെ ആവശ്യം വരുന്നത്. ക്ലെയിം വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്യാഷ്ലെസ് ക്ലെയിം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടാകണം, രേഖകൾ വേണം. ആശുപത്രിയിൽ പോയി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി അതിൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു റീഇംബേഴ്സ്മെൻറ്റ് വരണം. ഇപ്പോൾ നമുക്ക് ടൈപ്പില്ലാത്തൊരു ആശുപത്രിയിലാണ് നിങ്ങൾ പോകണമെങ്കിൽ ആ റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ LIC പോളിസി നിങ്ങൾ എടുത്ത ഒരാളാണെങ്കിൽ അതിന് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ അതിൻ്റെ മെച്യൂരിറ്റി പൈസ കിട്ടുന്നതിൻ്റെ നടപടികൾ എന്താണ്, നിങ്ങളുടെ പോളിസി നഷ്ടപ്പെട്ടു ഡ്യൂപ്ലിക്കേറ്റ് ബോണ്ട് എടുക്കുന്നത് എങ്ങനെയാണ്, ഇനി നിങ്ങൾക്കൊരു ഡെത്ത് ക്ലെയിം വന്നു അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അങ്ങനെ പറഞ്ഞ നിരവധി വീഡിയോസ്. LIC ഒരുപാട് സ്കീമുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ പ്രോസസ്സിങ് അതിൻ്റെ സംവിധാനം കുറിച്ച് ആരും ചെയ്യാത്തതാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവും. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ.